Hi, good morning to all. Welcome to our new class. First of all, let us discuss about valency. What is valency? It is the maximum number of univalent atoms that may combine with an atom of the element under consideration can be regarded as its valency. The valency of an element is always an integer. It does not carry a plus or minus sign. എന്താണ് ഒരു എലമെൻറ്റിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് യൂണിവാലൻ്റ് ആറ്റംസ് ഇറ്റ് ഈസ് ദ മാക്സിമം നമ്പർ ഓഫ് യൂണിവാലൻ്റ് ആറ്റംസ് ദാറ്റ് മേ കമ്പൈൻ വിത്ത് ആൻ ആറ്റം ഓഫ് ദി എലമെൻറ്റ്. ഒരു എലമെൻറ്റിൻ്റെ ആറ്റവുമായി കമ്പൈൻ ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് യൂണിവാലൻ്റ് ആറ്റംസിൻ്റെ നമ്പറാണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് the valency of an element is always an integer. ഒരു എലമെൻറ്റിൻ്റെ വാലൻസി എന്ന് പറയുന്നത് അത് ഒരു ഇൻറ്റിജർ ആയിരിക്കും, അതൊരു പൂർണ്ണസംഖ്യ ആയിരിക്കും. ഇറ്റ് ഡസ് നോട്ട് ക്യാരി എ പ്ലസ് ഓർ മൈനസ് സൈൻ, അതിന് പ്ലസ്സോ മൈനസ് സൈനോ ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഓൾവേസ് ആൻ ഇൻറ്റിജർ, അതെപ്പോഴും ഒരു ഇൻറ്റിജർ ആയിരിക്കും. അതായത് ഒരു എലമെൻറ്റിൻ്റെ ആറ്റം കമ്പൈൻ ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് യൂണിവാലൻ്റ് ആറ്റംസിൻ്റെ നമ്പറാണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വാരിയബിൾ വാലൻസി. When an element shows more than one valency in its compounds, we say that it exhibits variable valency. Example: iron, copper, gold, tin, lead. അതായത് ഒരു എലമെൻറ്റ് അത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിൽ ഒരു എലമെൻറ്റ് ഡിഫറെൻറ്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാലോ. ഒരു എലമെൻറ്റ് അത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാലൻസി ആണ് എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എലമെൻറ്റ് എക്സിബിറ്റ്സ് വാരിയബിൾ വാലൻസി. അതായത് ചില എലമെൻറ്റ്സ്, അതായത് സിങ്ക്, അലുമിനിയം, ആൽക്കലി മെറ്റൽസ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് സച്ച് ആസ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബിഡിയം, ഇതൊക്കെയാണ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസും. അതുപോലെ ഹാലോജൻസ്, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് സിങ്ക്, അലുമിനിയം, ഇവരൊക്കെ ഒരു സിംഗിൾ വാലൻസി കാണിക്കുന്ന എലമെൻറ്റ്സിന് എക്സാമ്പിളാണ്. അതായത് ഇവർ ഒരേ ഒരു വാലൻസി മാത്രമേ അവയുടെ ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സിൽ കാണിക്കുന്നുള്ളൂ. But some of the elements in their compounds shows different valencies. അതായത് ചില എലമെൻറ്റ്സ്, ഞാൻ ഇപ്പോൾ പറഞ്ഞ എലമെൻറ്റ്സ് ഒക്കെ, അതായത് സിങ്ക്, അലുമിനിയം, ആൽക്കലി മെറ്റൽസ്, ആൽക്കലി എർത്ത് മെറ്റൽസ്, ഇവരൊക്കെ എപ്പോഴും കാണിക്കുന്ന, ഇവർ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിൽ എപ്പോഴും കാണിക്കുന്ന വാലൻസി ഫിക്സ്ഡ് ആയിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാവില്ല, അത് എപ്പോഴും സെയിം വാലൻസിയാണ് കാണിക്കുന്നത്. എന്നാൽ ചില എലമെൻറ്റ്സ് അത് ഫോം ചെയ്യുന്ന കോമ്പൗണ്ട്സിൽ കാണിക്കുന്ന വാലൻസി എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് അയൺ, കോപ്പർ പോലെയുള്ള എലമെൻറ്റ്സ്. ദാറ്റ് ഈസ് ഇൻ ഫെറസ് കോമ്പൗണ്ട്സ് അയൺ ഷൂസ് എ വാലൻസി ഓഫ് 2. അയൺ അതിൻ്റെ ഫെറസ് കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ് FeCl3, FeSO, അതായത് ഫെറസ് സൾഫേറ്റ്. ഇതുപോലെയുള്ള ഫെറസ് കോമ്പൗണ്ട്സിൽ അയൺ കാണിക്കുന്ന വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. ഓൺ ദ അതർ ഹാൻഡ് ഇൻ ഫെറിക് കോമ്പൗണ്ട്സ്, അതായത് ഫെറിക് കോമ്പൗണ്ട്സ് മീൻസ് in ferric compounds iron shows a valency of 3. അതായത് ഫെറിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ് FeCl3, Fe2SO for thrice. ഇതിലൊക്കെ അയൺ കാണിക്കുന്ന വാലൻസി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് വാലൻസിയാണ് അയൺ എക്സിബിറ്റ് ചെയ്യുന്നത്. സിമിലർലി കോപ്പർ ഷോസ് എ വാലൻസി ഓഫ് 1 in cuprous compounds and a valency of 2 in cupric compounds. ഇതുപോലെ തന്നെ കോപ്പർ അതിൻ്റെ കുപ്രസ് കോമ്പൗണ്ട്സിൽ കാണിക്കുന്ന വാലൻസി 1ഉം കുപ്രിക് കോമ്പൗണ്ട്സിൽ കാണിക്കുന്ന വാലൻസി 2ഉമാണ്. So examples for elements exhibiting variable valency are iron, copper, gold, tin, lead. Then equivalent mass. Equivalent mass of an element is related to its atomic mass and valency by the equation. Equivalent mass of an element is equal to atomic mass divided by valency. അതായത് ഒരു എലമെൻറ്റിൻ്റെ ഇക്വാലൻ്റ് മാസ് ആ എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസും വാലൻസിയുമായിട്ട് റിലേറ്റഡ് ആണ് by the equation. That is, equivalent mass of an element is equal to atomic mass divided by valency. Example: aluminium. Atomic mass of aluminium is 27. It shows a valency of 3. Hence, equivalent mass of aluminium is equal to 27 divided by 3. That's equal to 9. അതായത് ഒരു എലമെൻറ്റിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് മാസിനെ വാലൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്.
എക്സാമ്പിൾ ആയിട്ട് അലൂമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് 27 ആണ്. അത് കാണിക്കുന്ന വാലൻസി 3 ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് 27 ഡിവൈഡഡ് ബൈ 3 ദാറ്റ്സ് ഈക്വൽ ടു 9. Next, equivalent masses of some classes of compounds. First, equivalent mass of an acid. Equivalent mass of an acid is equal to molecular mass divided by basicity. ഒരു ആസിഡിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലാർ മാസിനെ ബേസിസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ HCl. ഇക്വാലൻ്റ് മാസ് ഓഫ് HCl ഈസ് ഈക്വൽ ടു 36.45 divided by 1, that's equal to 36.45. So basicity of HCl is 1. What do you mean by basicity? The number of replaceable hydrogen atoms present per molecule of an acid is called its basicity. ഒരു ആസിഡിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് ആ ആസിഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള റീപ്ലേസിബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസിൻ്റെ എണ്ണമാണ്. അതായത് ആ ആസിഡിലുള്ള റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രജൻ ആറ്റംസിൻ്റെ എണ്ണമാണ് ആ ആസിഡിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത്. ഇവിടെ HCl എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ട്? 1. HCl ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം 1 ആണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് 1 ആണ്. One more example, sulfuric acid H2SO4. Molecular mass of sulfuric acid is 98. Equivalent mass is equal to molecular mass divided by basicity. So molecular mass is 98. What do you mean by basicity? It is the number of replaceable hydrogen atom present per molecule of an acid. ഇവിടെ H2SO4 എത്ര ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്? 2. So the basicity of sulfuric acid is 2. അതായത് 2 റീപ്ലേസബിൾ ആയിട്ടുള്ള ഹൈഡ്രജൻ ആറ്റംസ് ഈ ആസിഡിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. സോ 98 ഡിവൈഡഡ് ബൈ 2 വിൽ ഗെറ്റ് 49. സോ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് 49 ആണ്. നെക്സ്റ്റ്, ഇക്വാലൻ്റ് മാസ് ഓഫ് എ ബേസ്. Equivalent mass of a base is equal to molecular mass divided by acidity. So what do you mean by acidity? Acidity is the number of hydroxyl ions furnished by one molecule of a base in aqueous solution if it is a soluble metal hydroxide. അതായത് ഒരു ബേസിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലാർ മാസിനെ അസിഡിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അസിഡിറ്റി എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ബേസ് സോല്യുബിളായ ഒരു ബേസിലുള്ള അത് ഒരു ബേസിനെ അക്വസ് സൊല്യൂഷനിൽ എടുക്കുമ്പോൾ അതിൽ ഉണ്ടാവുന്ന നമ്പർ ഓഫ് ഹൈഡ്രോക്സൈൽ അയോൺസ് ആണ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ഹൈഡ്രോക്സൈൽ അയോൺസ് ആണ് അതിൻ്റെ അസിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ് ഈ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്? OH ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്? ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതായത് ഈ ബേസിനെ അക്വ സൊല്യൂഷനിൽ എടുക്കുമ്പോൾ അതിലുണ്ടാകുന്ന അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന അതിൽ എത്ര ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉണ്ട് അതാണ് അതിൻ്റെ അസിഡിറ്റി എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. ഇക്വാലൻ്റ് മാസ് ഓഫ് എ ബേസ്. എക്സാമ്പിൾ സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH. ഹിയർ നമ്പർ ഓഫ് റീപ്ലേസബിൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈസ് 1. അതാണ് അതിൻ്റെ അസിഡിറ്റി എന്ന് പറയുന്നത്. ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ എണ്ണം എത്രയാണ്? ഇവിടെ എത്ര OH ഗ്രൂപ്പ് ഉണ്ട്? ഇൻ സോഡിയം ഹൈഡ്രോക്സൈഡ് ഹൗ മെനി OH ഗ്രൂപ്പ് ഈസ് പ്രസൻറ്റ്? ഗ്രൂപ്പ്സ് ഈസ് പ്രസൻറ്റ്. ഹിയർ 1 OH ഗ്രൂപ്പ് ഈസ് പ്രസൻറ്റ്. സോ മോളിക്കുലാർ മാസ് ഈസ് ഈക്വൽ ടു 40. Equivalent mass is equal to molecular mass divided by acidity. So molecular mass is 40. 40 divided by 1. 1 is the acidity, that is replaceable hydroxyl group. ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ അസിഡിറ്റി എന്ന് പറയുന്നത് 1 ആണ്. സോ 40 ഡിവൈഡഡ് ബൈ 1 യു വിൽ ഗെറ്റ് 40. നെക്സ്റ്റ്, ഇക്വാലൻ്റ് മാസ് ഓഫ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. എന്താണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്? എന്താണ് ഓക്സിഡേഷൻ? ഇഫ് ഇലക്ട്രോൺ ഈസ് ലോസസ് ഇറ്റ് ഈസ് നോൺ ആസ് ഓക്സിഡേഷൻ. ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നതിനെ ഓക്സിഡേഷൻ എന്നും ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നതിനെ റിഡക്ഷൻ എന്ന് നമ്മൾ പഠിച്ച കാര്യമാണ്. സോ ദ ഏജൻറ്റ് വിച്ച് ബ്രിങ്സ് അബൌട്ട് ഓക്സിഡേഷൻ ഈസ് നോൺ ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്.
ഓക്സിഡേഷൻ നടത്തുന്ന ഏജൻറ്റിനെ ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്നും റിഡക്ഷൻ നടത്തുന്ന ഏജൻറ്റിനെ റെഡ്യൂസിങ് ഏജൻറ്റ് എന്നും നമ്മൾ പഠിച്ച കാര്യമാണ്. ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് എപ്പോഴും ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് എപ്പോഴും ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇക്വാലൻ്റ് മാസ് ഓഫ് ആൻ ഓക്സിഡൻറ്റ്, ഒരു ഓക്സിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻറ്റ്, ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലാർ മാസിനെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് പെർ മോളിക്യൂൾ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. അതായത് പെർ മോളിക്യൂൾ എത്ര ഇലക്ട്രോൺസ് ആണോ ഗെയിൻ ചെയ്തത്, മോളിക്കുലാർ മാസിനെ ഗെയിൻ ചെയ്ത ഇലക്ട്രോൺസിൻ്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഓക്സിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ ഇക്വാലൻ്റ് മാസ് കിട്ടും. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ the equivalent mass of an oxidizing agent is defined as the number of parts by mass of it which can furnish one equivalent of oxygen for oxidation. That is, it is the number of parts by mass of it which can furnish one equivalent of oxygen. എന്ന് വെച്ചാൽ ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ്, എക്സാമ്പിൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അതൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അതായത് ഓക്സിഡേഷൻ നടത്തുന്ന ഏജൻറ്റിനാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഒരു ഓക്സിഡൈസിങ് ഏജൻറ്റ് എപ്പോഴും ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. അതായത് ഒരു ഇക്വാലൻ്റ് ഓക്സിജനെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ മാസ് അത് എത്രയാണോ അതാണ് അതിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത്. Let us see an example. Here 2 KMnO4 plus 3 H2SO4 gives K2SO4 plus 2 MnSO4 plus 3 H2O plus 5 oxygen. അതായത് ഇവിടെ 316 ഗ്രാം KMnO4 റിയാക്ട് ചെയ്തപ്പോൾ 80 ഗ്രാം ഓക്സിജൻ ആണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു ഇക്വാലൻ്റ് ഓക്സിജൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാം ആണ്. ഒരു ഇക്വാലൻ്റ് ഓക്സിജൻ എന്ന് പറയുന്നത് 8 ഗ്രാം ആണ്. So how many equivalent of oxygens produced here? ഇവിടെ എത്ര ഇക്വാലൻ്റ് ഓക്സിജൻ ആണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? 10 ഇക്വാലൻ്റ്, ദാറ്റ് ഈസ് 10 into 8, ദാറ്റ് ഈസ് ഈക്വൽ ടു 80. അതായത് 80 ഗ്രാം, 80 ഗ്രാം ആണ് ഇവിടെ ഓക്സിജൻ ഉണ്ടായത്. ഒരു ഇക്വാലൻ്റ് ഓക്സിജൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 8 ആണ്. സോ the one equivalent of oxygen is effectively furnished by 316 by 10 gram of KMnO4. അതായത് 80 ഗ്രാം ഓക്സിജനെ പ്രൊവൈഡ് ചെയ്യാൻ 316 ഗ്രാം KMnO4 വേണ്ടി വന്നു. അതുകൊണ്ട് അപ്പോൾ ഒരു ഗ്രാം ഇക്വാലൻ്റ്, അതായത് ഒരു ഇക്വാലൻ്റ് ഓക്സിജനെ പ്രൊവൈഡ് ചെയ്യാൻ എത്ര KMnO4 വേണ്ടി വരും എന്ന് കണ്ടുപിടിക്കാൻ 316നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് 31.6 gram of KMnO4. ഇക്വാലൻ്റ് മാസ് ഓഫ് KMnO4 ഈസ് ഈക്വൽ ടു 31.6 ഗ്രാം. അതായത് ഒരു ഇക്വാലൻ്റ്, ദാറ്റ് ഈസ് 8 ഗ്രാം, ഒരു ഇക്വാലൻ്റ് ഓക്സിജൻ ഉണ്ടാവാൻ 31.6 ഗ്രാം KMnO4 വേണ്ടി വന്നു. അതാണ് KMnO4ൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇക്വാലൻ്റ് ഓക്സിജൻ ഉണ്ടാകാൻ, ഒരു ഇക്വാലൻ്റ് ഓക്സിജനെ പ്രൊവൈഡ് ചെയ്യാൻ എത്ര KMnO4ൻ്റെ എത്ര മാസ് വേണ്ടി വന്നു, അതാണ് KMnO4ൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത്. Next, equivalent mass of a reducing agent. So what is reduction? It is the gain of electron. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന റിയാക്ഷൻസിനൊക്കെ റിഡക്ഷൻ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. The agent which brings about reduction is known as reducing agent. റിഡക്ഷൻ നടത്തുന്ന ഏജൻറ്റിനെയാണ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത്. ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് എപ്പോഴും ഇലക്ട്രോണിനെ ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു റെഡ്യൂസിങ് ഏജൻറ്റ് എപ്പോഴും ഇലക്ട്രോണിനെ ലോസ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫർണൈഷ് ചെയ്യുക അല്ലെങ്കിൽ ഓർ ലോസ് ചെയ്യുക. സോ ഒരു റിഡക്റ്റൻറ്റ് അല്ലെങ്കിൽ ഒരു റെഡ്യൂസിങ് ഏജൻറ്റ്, എക്സാമ്പിൾ ഫെറസ് സൾഫേറ്റ്, ഒരു റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലാർ മാസിനെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഫർണൈഷ്ഡ് ഓർ ലിബറേറ്റഡ് ഓർ ലോസ്ഡ് പെർ മോളിക്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതായത് ആ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണോ അതിനെ പെർ മോളിക്യൂള് അവർ ലോസ് ചെയ്ത ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ റിഡക്റ്റൻറ്റിൻ്റെ അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഇക്വാലൻ്റ് മാസ് കിട്ടും. ഇതിനെ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ദ ഇക്വാലൻ്റ് മാസ് ഓഫ് എ റെഡ്യൂസിങ് ഏജൻറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് ഇറ്റ് വിച്ച് ക്യാൻ ബി ഓക്സിഡൈസ്ഡ് ബൈ 1 ഇക്വാലൻ്റ് ഓഫ് ഓക്സിജൻ. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ
ഒരു റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ മാസിൻ്റെ എത്ര ഭാഗമാണോ ഒരു ഇക്വാലൻ്റ് ഓക്സിജനെ പ്രൊവൈഡ് ചെയ്തത്, അതായത് അതിൻ്റെ മാസിൻ്റെ എത്ര ഭാഗം റിയാക്ട് ചെയ്യുമ്പോഴാണ് ഒരു ഇക്വാലൻ്റ് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തത്, അത്രയും മാസിൻ്റെ ഭാഗത്തിനെയാണ്, അത്രയും മാസിനെയാണ് എന്ത് പറയുന്നത്, ആ റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത്. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. 2FeSO4 plus H2SO4 plus oxygen gives Fe2SO4 thrice plus water. ഈ ഒരു റിയാക്ഷനിൽ 303.7 ഗ്രാം ഫെറസ് സൾഫേറ്റ് റിയാക്ട് ചെയ്തപ്പോൾ 16 ഗ്രാം ഓക്സിജൻ ഉണ്ടായി. 1 ഇക്വാലൻ്റ് ഓക്സിജൻ എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 8 ഗ്രാം. അതുകൊണ്ട് തന്നെ 16 ഗ്രാം എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ഇക്വാലൻ്റ് ഓക്സിജൻ ഉണ്ടായിട്ടുണ്ട്? 2 ഇക്വാലൻ്റ് ഓക്സിജൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 2 × 8 = 16. അപ്പോൾ ഇവിടെ 2 ഇക്വാലൻ്റ് ഓക്സിജൻ ഉണ്ടായിട്ടുണ്ട്. സോ ഒരു റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് ഒരു ഇക്വാലൻ്റ് മാസ് ഓക്സിജൻ ഉണ്ടാവാൻ എത്ര മാസ് റെഡ്യൂസിങ് ഏജൻറ്റ് വേണം? ഹിയർ 1 equivalent of oxygen is effectively oxidized by 303.7 divided by 2 gram of FeSO4. അതായത് ഒരു ഇക്വാലൻ്റ് ഓക്സിജൻ ലിബറേറ്റ് ചെയ്യാൻ എത്ര FeSO4 വേണ്ടി വന്നു എന്ന് കണ്ടുപിടിക്കാൻ 303.7നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 151.85 gram of FeSO4. So equivalent mass of anhydrous FeSO4 is 151.85 gram. So നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? വാലൻസി. എന്താണ് വാലൻസി എന്ന് പറഞ്ഞത്? ഒരു എലമെൻറ്റിൻ്റെ ആറ്റം കമ്പൈൻ ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് യൂണിവാലൻ്റ് ആറ്റംസിനാണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. It will be always an integer. It does not carry a plus or minus sign. Then variable valency. എന്തായിരുന്നു variable valency? ഒരു എലമെൻറ്റ് അതിൻ്റെ കോമ്പൗണ്ട്സിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വാലൻസി എക്സിബിറ്റ് ചെയ്യുകയാണെങ്കിൽ we can say the element exhibits variable valency. Example iron, copper, gold, tin, lead. Then equivalent mass. ഒരു എലമെൻറ്റിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് മാസിനെ വാലൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. Then equivalent mass of an acid is molecular mass divided by basicity. ഒരു ആസിഡിൻ്റെ ഇക്വാലൻ്റ് മാസ് എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലാർ മാസിനെ ബേസിസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ഒരു ആസിഡിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത് ആ ആസിഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രജൻ ആറ്റംസിൻ്റെ എണ്ണമാണ്. Then equivalent mass of a base is equal to molecular mass divided by acidity. ഒരു ബേസിൻ്റെ ഇക്വലൻ്റ് മാസ് എന്ന് പറഞ്ഞത് അതിൻ്റെ മോളിക്കുലാർ മാസിനെ ആസിഡിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ്. ആസിഡിറ്റി എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ ബേസിൽ അടങ്ങിയിരിക്കുന്ന റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഹൈഡ്രോക്സിൽ അയോൺസിൻ്റെ എണ്ണമാണ്. ഹൈഡ്രോക്സൈൽ അയോൺസ് എന്ന് പറയുന്നത് OH ഗ്രൂപ്പ്. ഹിയർ NaOH എത്ര ഹൈഡ്രോക്സിൽ അയോൺ ആണ്? 1 ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈസ് പ്രസൻറ്റ്. സോ acidity is 1. So equivalent mass is equal to 40 divided by 1. 40 is the molecular mass. So you will get 40. Then oxidizing agent. Equivalent mass of an oxidizing agent. That is equal to molecular mass divided by number of electrons gained per molecule. അതായത് മറ്റൊരു രീതിയിലും പറയാം, ഒരു ഇക്വാലൻ്റ് ഓക്സിജനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വന്ന ഓക്സിഡൈസിങ് ഏജൻറ്റിൻ്റെ മാസ്, ദാറ്റ് ഈസ് നോൺ ആസ് ദി ഇക്വാലൻ്റ് മാസ് ഓഫ് ആൻ ഓക്സിഡൈസിങ് ഏജൻറ്റ്. Then reducing agent. Equivalent mass of a reducing agent is equal to molecular mass divided by number of electrons furnished per molecule. എന്ന് വെച്ചാൽ എന്താണ്? മറ്റൊരു രീതിയിലും പറയാം, ഒരു ഇക്വാലൻ്റ് ഓക്സിജനെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി വന്ന റെഡ്യൂസിങ് ഏജൻറ്റിൻ്റെ മാസ്, ദാറ്റ് ഈസ് ദ ഇക്വാലൻ്റ് മാസ് ഓഫ് എ റെഡ്യൂസിങ് ഏജൻറ്റ്. താങ്ക് യു.